സാറേ, പന്തളം അയ്യപ്പ സംഗമം ഇപ്പം ഭയങ്കര വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശാന്താനന്ദ മഹർഷി എന്ന് പറയുന്ന ഹിന്ദു മത നേതാവ് വേദിയിൽ വന്നു നിന്നുകൊണ്ട് ഈ വാവരസ്വാമി എന്ന് പറയുന്ന ഒരു മത തീവ്രവാദിയാണെന്നും അദ്ദേഹം അയ്യപ്പസ്വാമിയെ ആക്രമിക്കാനാണ് വന്നതെന്നും ശബരിമലയിൽ ഉള്ളത് വാപുരസ്വാമിയാണെന്നും പറഞ്ഞിട്ട് ഒരു ആരോപണം അങ്ങ് ഉന്നയിച്ചു, വേദിയിൽ നിന്ന് ഉന്നയിച്ചു. പക്ഷെ അതിനെതിരെ ഇപ്പം പരാതികൾ വന്നിരിക്കുകയാണ്. നമ്മുടെ കോൺഗ്രസ് നേതാവായിട്ടുള്ള അനൂപും അതുപോലെ തന്നെ പന്തളം രാജകുടുംബാംഗമായിട്ടുള്ള CPI നേതാവും ഇവര് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്താണെങ്കിലും ഈ ശാന്താനന്ദ മഹർഷി ഇപ്പം ഒളിവിലാണോ അതോ പുറത്തുണ്ടോന്നൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ചടങ്ങുകളിൽ വന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിൽ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ മതങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും യഥാർത്ഥ രാഷ്ട്രീയം പഠിപ്പിച്ചിട്ടുള്ളതും എല്ലാ മതങ്ങളെയും ഒന്നായി കാണണം, എല്ലാ ജനങ്ങളെയും ഒന്നായി കാണണമെന്ന് പഠിപ്പിച്ചിട്ടും അത് പഠിച്ചിട്ടും പൊതുവേദിയിൽ വന്നു നിന്നുകൊണ്ട് ഈ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ, അതും ഒരു മത നേതാവിൽ നിന്ന് വരുമ്പോൾ അത് ഭയപ്പെടേണ്ട ഒരു വസ്തുത തന്നെയല്ലേ? ഇതിനകത്ത് നമ്മൾ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു കേരളം ഇതിനകത്ത് ഭയപ്പെട്ട് കഴിഞ്ഞാൽ, ഭയപ്പെടുമ്പോഴാണ് ഇവരൊക്കെ നമ്മളെ കയറി ചൂഷണം ചെയ്യുന്നത്. തീർച്ചയായിട്ടും സാർ, ഇത് ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയേണ്ട സംഗതിയാണ്. ഒരു കാവ്യവസ്ത്രം എടുത്തുകൊണ്ടോ ഒരാളുടെ പേരിനോടൊപ്പം ആനന്ദയോ മഹർഷിയോ ചേർത്തുകൊണ്ടോ ഒരാൾ സന്യാസിയാവില്ല, ഒരിക്കലും ഇല്ല. ഉദാഹരണത്തിന് ശാന്താനന്ദ് ഒരു സന്യാസി പോയിട്ട് ഒരു ശരാശരി മനുഷ്യന്റെ നിലവാരം പോലും ഇല്ലാത്ത വാക്കുകളാണ് ഈ കാവ്യവസ്ത്രധാരിയും ജടാധാരിയുമായ ശാന്താനന്ദ മഹർഷിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. നമ്പർ 1. നമ്പർ 2, ശബരിമല എന്ന് പറയുന്ന ആ ഒരു സന്നിധാനം, അത് വാസ്തവത്തിൽ ശബരിമലയെ ക്ഷേത്രം എന്ന് പോലും പറയാൻ പാടില്ല. കാരണം അതുകൊണ്ടാണ് സന്നിധാനം എന്ന് പറയുന്നത്. സാധാരണ ക്ഷേത്രത്തിൽ പോകുന്ന പോലെ അല്ല ശബരിമല പോകുന്നത്, ഒരിക്കലും. മനസ്സിലായില്ലേ? കാരണം ശബരിമല ഭൂമിയിൽ ശബരിമലയെ പോലെ വളരെ യുണീക്കായിട്ടുള്ള, അതല്ലെങ്കിൽ ഉദാത്തമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ കേന്ദ്രം എന്ന് പോലും നമുക്ക്, പ്രാർത്ഥനാ കേന്ദ്രമല്ല, തീർത്ഥാടന കേന്ദ്രം എന്ന് പരമാവധി പറയാം, നമുക്ക് എങ്ങനെയും പറഞ്ഞൊപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. സ്ഥലം വേറെ ഇല്ല. അത്രയ്ക്ക് സംഗതി. അവിടെ ചെന്ന് 18 പടി എന്ന് പറയുന്നത് 18 ശാസ്ത്രങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ള സംഗതിയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഗുണങ്ങളെയും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ 18 സംഗതികൾ. അപ്പൊ അങ്ങനെ അതോടൊപ്പം തന്നെ ഇതെല്ലാം ഗണിതശാസ്ത്രത്തിന്റെ സൂക്ഷ്മതയിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അത്രയ്ക്ക്, അതായത് ഭാരതത്തിന്റെ ദർശനം എന്താണോ അതിന്റെ ശാസ്ത്രീയ വശത്തിന്റെ മുഖമാണ് ശബരിമല. അല്ല, ശരിക്കും പറഞ്ഞാൽ അതിന്റെ കൺസെപ്റ്റ് തന്നെ മാൻ ആൻഡ് വൈൽഡ്, അതായത് മനുഷ്യനും വനവും പ്രകൃതിയും എല്ലാം കൂടെ ഒത്തുചേർന്നിട്ടുള്ള ഒരു, എല്ലാം കൂടെ ഒത്തുചേരുന്നതാണ്. അതുകൊണ്ടാണ് ഈ 18 പടി അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് തത്വമസി. അതായത് നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഇവിടെ എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? എന്നെ ഒന്നും കാണേണ്ട ആവശ്യമില്ല, നീ പോയി കണ്ണാടി നോക്കിയാലും മതി. അതുകൊണ്ടാണ് നിന്നെ അയ്യപ്പൻ അല്ലെങ്കിൽ സ്വാമി എന്ന് വിളിക്കുന്നത്. അതിനകത്തിരിക്കുന്ന വിഗ്രഹവും സ്വാമിയാണ്. അവിടെ തൊഴാൻ വരുന്നവരും അല്ലെങ്കിൽ ശബരിമല കയറുന്നവരും സ്വാമിയാണ്. വിഗ്രഹവും തീർത്ഥാടകരും ഒന്നായി മാറുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം ഭൂമിയിൽ ശബരിമല മാത്രമേ ഉള്ളൂ. ശരിക്കും ഭക്തനും മൂർത്തിയും ഏകമാണ്. മനസ്സിലായി? അതെ. അപ്പോ അത്രയും ഉദാത്തമായ ഒരു സന്നിധിയാണ് ശബരിമല എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ പോലും, ഇതിന്റെ ഒരു ചെറിയ തോതിലെങ്കിലും മനസ്സിലാക്കാൻ പോലുമുള്ള ഒരു ശേഷി ഈ കാവ്യവസ്ത്രധാരിയായ ശാന്ത ആനന്ദൻ മഹർഷി, ഇല്ലേ? അയാളെ മഹർഷി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇല്ലാതായിപ്പോയി. ഇവിടെ നമ്മൾ തിരിച്ചറിയണം, ഇതെല്ലാം ഇങ്ങനെയുള്ള കാവ്യവസ്ത്രം ഉടുത്തോണ്ടോ ജട ധരിച്ചോണ്ടോ ഒരു പേരുള്ളത് കൊണ്ടോ ഒരാൾ സന്യാസിയാവില്ല. ഈ കാപട്യക്കാര്, ഈ കപടന്മാരെ കേരളം തിരിച്ചറിയണം. മാത്രവുമല്ല, ഈ കപടന്മാരെക്കാൾ ഏറ്റവും വലിയ വൃത്തികേട് കാണിക്കുന്നത് ഈ കപടന്മാര് പറയുന്ന വാക്കുകൾ എടുത്തിട്ട് വാർത്ത ഉണ്ടാക്കി അതിന്റെ പേരിൽ ചർച്ചകൾ നടത്തി അതിനെ എരിയും പുളിയും മസാലയൊക്കെ കയറ്റി ആൾക്കാരിലേക്ക് എത്തിച്ച് റേറ്റിംഗ് കൂട്ടുന്ന ചാനലുകളുണ്ടല്ലോ. ആ ചാനലുകൾ കാണിക്കുന്നത് ആ പ്രവൃത്തിയാണ് നമുക്ക് നികൃഷ്ടമായ പ്രവൃത്തി എന്ന് പറയാൻ പറ്റും. അതിലൂടെ സംഭവിക്കുന്നത് ശബരിമല എന്ന് പറയുന്ന ജാതി, മതം, ലിംഗം, അതേപോലെ തന്നെ മനുഷ്യനോ മൃഗം, ഇതൊരു വ്യത്യാസവും ഇല്ലാത്തൊരു സംഗതിയാണ് ശബരിമല സൂചിപ്പിക്കുന്നത്.
അവിടെ എന്തുകൊണ്ടാണ് അവിടെ ഈ യുവതികൾക്ക്, ഋതുമതികളായ യുവതികൾക്ക് വിലക്കൊന്നുമല്ല. കാര്യം ഒരു വ്യക്തി ഒരു സ്ഥലത്തേക്ക് പോകുന്നത്, തീർത്ഥാടനത്തിന് പോകുന്നത് ആ വ്യക്തിയുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ഋതുമതിയായ ഒരു സ്ത്രീ, അല്ലെങ്കിൽ അവരുടെ ആർത്തവ സമയത്ത് ഒരു സ്ത്രീ ശബരിമല പോവുകയാണെങ്കിൽ അവരുടെ മനസ്സും ശരീരവും രണ്ട് ദിശയിലേക്കായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പൊ അവരുടെ ഉള്ള സുഖം പോലും നഷ്ടമാവുകയാണ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഋതുമതികൾ ഇതിനകത്ത് നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറയുന്ന സംഗതി. അല്ലാതെ ഈ വിലക്കല്ലത്. പക്ഷെ അത് പിന്നീട് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള കണ്ടില്ലേ, ഇപ്പൊ ഒരു കാവ്യ വസ്ത്രവും ജടാധാരിയുമായിട്ടുള്ള ശാന്താനന്ദ മഹർഷി, വല്ല കുറവുണ്ടോ പേര് കേട്ട് കഴിഞ്ഞാൽ? ഇല്ല, ആ പേര് തന്നെ ഒരു സത്യാനന്ദ സരസ്വതി, മറ്റേ നേരത്തെ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള സത്യാനന്ദ സരസ്വതി അല്ല, പഴയ സത്യാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ് കേൾക്കുന്നത് പോലെയും, അതുപോലെ തന്നെ ഇവിടെ നിത്യജീവന്യതി എന്നൊക്കെ കേൾക്കുന്നത് പോലെയും, അതുപോലെ രംഗനാഥാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ മിഷന്റെ അവരുടെയൊക്കെ പേര് കേൾക്കുന്നത് പോലെയാണ് നമ്മൾ ഈ ശാന്താനന്ദ മഹർഷിയെയും കേൾക്കുന്നത്. അപ്പോ അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ ഇതിനകത്ത് നിന്ന് ഈ കപടന്മാരെ നമ്മൾ തിരിച്ചറിയണം. ഈ കപടന്മാരെ തിരിച്ചറിയുകയും ഈ കപടനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ള ത്രാണി നമ്മളുടെ കേരളത്തിലെ മീഡിയയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. ഈ ചോദ്യം ഉണ്ടാവില്ല എന്നുള്ള അടിസ്ഥാനപരമായ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ വിഡ്ഢിത്തരങ്ങൾ, ഇത്രയും വലിയ ആനന്ദന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാറേ, എനിക്കൊരു സംശയം കൂടി സാറിനോട് ചോദിക്കാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മതം മനുഷ്യനെ വേർതിരിച്ച് കാണുവാനായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ ശബരിമല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വത്തിൽ നിൽക്കുന്ന, അതായത് ഒരു ജാതിയെ ഒഴിവാക്കി നിർത്താതെ ഏത് മതക്കാരനും ഏത് ജാതിക്കാരനും അയാൾക്ക് കൃത്യമായ നോയമ്പോടുകൂടി കടന്നു വരുവാനായിട്ട് പറ്റുന്ന ഒരു മഹാസന്നിധിയാണ് ഈ പറഞ്ഞ ശബരിമല. ഗുരുവായൂർ വിഷയം സാറ് കണ്ടിരുന്നു. ഒരു സ്ത്രീ കുളത്തിൽ കാലെന്ന് നനച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. അവിടെ ഈ ഹിന്ദുവിനൊഴികെ അവിടെ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്, അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല. ഇപ്പോഴും പല അമ്പലങ്ങളിലും കാണുന്ന ഒരു ബോർഡാണ് അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്നുള്ളത്. അപ്പോ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ച് നിർത്തുവാനായിട്ട് ഒരു മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കാതിരിക്കുമ്പോൾ, പല ക്ഷേത്രങ്ങളും അങ്ങനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒഴിവാക്കി നിർത്തുമ്പോൾ, ശബരിമല എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ, ആ ശബരിമലയുടെ പേരിൽ ഒരു അന്യമതസ്ഥൻ എന്നുള്ള ഒരു പേരിന്റെ പുറത്ത് വാവരുസ്വാമി എന്നാണ് പറയുന്നത്. അപ്പൊ വാവരെന്ന് പറയുന്ന ആ ഒരു ശക്തിയെ, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തെ ഒരു മത തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ പൊട്ടന്മാരാക്കുമല്ലേ ചെയ്യുന്നത്. ഇതിനകത്ത് വളരെ ലളിതമായിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ ഈ ശാന്താനന്ദ ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇപ്പം ഈ വാവര് തീവ്രവാദിയാണെന്നിരിക്കട്ടെ, ഈ തീവ്രവാദിയും അയ്യപ്പനാണെന്നാണ് പറയുന്നത്. അതെ, വാവർ സ്വാമി എന്നാണല്ലോ. മനസ്സിലായില്ലേ? മാത്രമല്ല, ഈ വാവരുടെ കയ്യിലേക്ക് ആയുധം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാറുണ്ട്. അതിന്റെ പുറത്ത് തുരുമ്പുണ്ടെങ്കിൽ ആ തുരുമ്പിലും അയ്യപ്പനുണ്ടെന്നാണ് ശബരിമല പറയുന്നത്. ഒന്നിനെ ഒഴിവാക്കുന്നില്ല. മാത്രമല്ല, ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് പ്രായോഗികതയാണ്. നമ്മൾ ഈ ദർശനം എന്ന്, ഉദാഹരണത്തിന് ഇപ്പോ നമ്മളിപ്പം ഗൂഗിൾ പേ ഉപയോഗിക്കുന്നു. ഇതിന്റെ അൽഗോരിതം എത്ര പേർക്ക് അറിയാം? 90% പേർ. 100 അറിയില്ലായിരിക്കും. 99.999% പേർക്കും ഇതിന്റെ അൽഗോരിതം അറിയില്ല. എനിക്കും അറിയില്ല. ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഇപ്പൊ IT പ്രൊഫഷണൽസിന് അറിയില്ല ഇതിന്റെ അൽഗോരിതം എന്താണെന്നുള്ളത്. ഉദാഹരണത്തിന് അത് അതിസൂക്ഷ്മമല്ലേ? അതെ, അല്ലേ? ഇപ്പൊ നമ്മൾ വാഹനം ഓടിക്കുന്നു, എത്ര പേർക്ക് പിന്നെ വാഹനത്തിന്റെ എഞ്ചിന്റെ പ്രവൃത്തി അറിയാം? വണ്ടി ഓടിക്കുന്നുണ്ട്, ഗിയറിന്റെ സെലക്ഷൻ അറിയാം. ഇത്രയല്ലേ ഉള്ളൂ. ഓപ്പറേഷണൽ സാധനങ്ങൾ മാത്രമല്ല അറിയാനുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് ഇതൊക്കെ പ്രപഞ്ച രഹസ്യമാണ്. ശാസ്ത്രീയമായ പ്രപഞ്ച രഹസ്യത്തെ കണ്ടെത്തിയതിന്റെ ചില സൂചനകളാണ്, സിമ്പൽ പ്രതീകങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അത്രയും ഉദാത്തമായ ഒരു സാധനം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു അറ്റോമിക് സയന്റിസ്റ്റിന് പോലും മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അതെ. അപ്പൊ അത്രയും ഉദാത്തമായ വിജ്ഞാനത്തെ അതേസമയം എഴുത്തും വായന അറിയാത്ത ഏതൊരു മനുഷ്യനും എങ്ങനെയാണോ ഗൂഗിൾ പേ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താനും, ഒരു ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താനും കഴിയുന്നത്, അതേപോലെ അതിന്റെ പ്രയോജനം ആകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളും ഇത്തരത്തിലുള്ള ഈ ശബരിമല സന്നിധാനവും ഒക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല. അതിനെയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് പന്തളത്തിലാണ് അയ്യപ്പ സംഗമം. ആ അയ്യപ്പ സംഗമത്തിന് കാരണമായത് എന്താണ്? ശബരിമലയിലെ പ്രശ്നങ്ങളല്ല.
സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ദേവസ്വം ബോർഡ് നടത്തിയ അയ്യപ്പ ഗ്ലോബൽ മീറ്റ്. അതെ. അപ്പൊ അതിന് ബദലായിട്ടൊരു സംഗതി നടത്തി. അവിടെയും വന്നിട്ട് പിന്നെ മുഖ്യമന്ത്രി തെരുവിളിക്കുന്നു, മറ്റുള്ളവരെ തെരുവിളിക്കുന്നു, അതല്ലെങ്കിൽ അവസാനത്തെ വാവര് തീവ്രവാദിയാണെന്ന് പറയുന്നു. വീണ്ടും ഈ വിഷയം സജീവമാകുന്നു. ഇതുകൊണ്ട് നശിക്കുന്നത് ഈ ശബരിമല എന്ന് പറയുന്ന ആ ഒരു ഉദാത്ത സ്ഥാനം അല്ലെങ്കിൽ ആ ഉദാത്ത സന്നിധാനമാണ് ഈ എന്താ പറയുക ഈ നാശത്തിന് വിധേയമാകുന്നത്. ഈ സത്യാനന്ദയെ പോലുള്ള കപട നാണയങ്ങളെ നമ്മുടെ ജനങ്ങൾ തിരിച്ചറിയട്ടെ, അവരെ ഒഴിവാക്കി നിർത്തട്ടെ. അങ്ങനെ മാത്രമേ നമുക്ക് പ്രത്യാശിക്കാൻ സാധിക്കൂ. അല്ല, ഇത് ധൈര്യം വേണമെന്നേ. കപടനാണെങ്കിൽ കപടനാണെന്ന് പറയണം. അതിനാണ് തിരിച്ചറിവെന്ന് പറയുന്നത്. അല്ല, പണ്ടോട്ടെ രാജാവ് നഗ്നനാണെന്ന് പറയുന്നവൻ ഒഴിവാക്കി നിർത്തപ്പെടുന്നവനാണല്ലോ. അതൊക്കെ തന്നെയാണെങ്കിൽ ഇന്നത്തെ കേരളത്തിന്റെ ഏറ്റവും വലിയ അത്യാവശ്യം ഈ തിരിച്ചറിവാണ്. ഈ കപടൻ എന്നുള്ള വാക്ക് പോലും വളരെ മൃദുവായിപ്പോയി. എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിൽ ഏറ്റവും നല്ല വാക്ക് ഫ്രോഡ് എന്നുള്ള വാക്കാണ്. തീർച്ചയായിട്ടും മനസ്സിലായി. ചില വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പൊ ഫ്രോഡുകളെ തിരിച്ചറിയുക. അതെ. ഈ ശാന്താനന്ദ മഹർഷി എന്ന് പറയുന്ന വ്യക്തി ഈ വേഷംധാരിയും ഈ നാമധാരിയുമായിക്കൊണ്ട് അതിന് കടകവിരുദ്ധമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിന്റെ അർത്ഥം അദ്ദേഹം ഈ രംഗത്ത് ഒരു ഫ്രോഡ് തന്നെയാണ്, ഒരു സംശയമില്ല, ഒരു പരാജയവുമാണ്. നന്ദി സാർ.